Hello. Chapter 3 ചാന്ദ് കാ കുർത്ത. കുർത്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു ടൈപ്പ് ഓഫ് ഡ്രസ് ആണ് ചാന്ദ് കാ കുർത്ത. ചാന്ദ് എന്ന് പറഞ്ഞാൽ മൂണാണ് അല്ലെ, അപ്പൊ മൂണിന്റെ കുർത്ത. ഇതൊരു പോയമാണ്. നമുക്ക് മൂണിന്റെ കുർത്തയെ പറ്റിയുള്ള ഈ പോയം ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് വായിക്കാം, അതിനുശേഷം അതിന്റെ മീനിങ്ങും നോക്കാം. हटकर बैठा चांद एक दिन मादा से यह बोला, सिलवा दो माँ मुझे ऊन का मोटा एक झिंगोला. सन सन चलती हवा रात भर जाड़े से मरता हो, टिटुर कर किसी तरह यात्रा पूरी करता हो. आसमान का सफर और यह मौसम है जाड़े का, न हो अगर तो ला दो कुर्ता ही कोई बाड़े का. बच्चे की सुन बात कहा माता ने, अरे सलोने कुशल करे ഭഗവാൻ ലഗേ മത് തുജ്കോ ജാദു ടോനെ. ഇത് വായിക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ 2 ലൈൻസിന്റെയും ലാസ്റ്റ് വേർഡ് റൈമിംഗ് വേർഡ്സ് ആണ്. കണ്ടോ, ബോല ജിങ്കോല, മർത്ത കർത്ത, ജാഡേക്ക ബാഡേക്ക, സലോനെ ടോനെ, അങ്ങനെ ലാസ്റ്റ് വേർഡ്സ് ഒക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. ഇനി ഇതിന്റെ മീനിങ് നോക്കണ്ടേ. ഹട്ട്കർ ബൈട്ട. ഹട്ട്കർ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ സ്റ്റബേൺ ആയിട്ടിരിക്കുക. ആരാണ് ഇവിടെ സ്റ്റബേൺ ആയിരിക്കുന്നത്? മൂണാണ്. അപ്പൊ ഹട്ട്കർ ബൈട്ട ചാന്ദ് ഏക് ദിൻ, മൂൺ ഒരു ദിവസം വാശി പിടിച്ച് മാതാസേ യ ബോല, അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, സിൽവാ ദോ മാ മുജേ ഊൻ കാ മോട്ടാ ഏക് ജിങ്കോല. സിൽവാദോ, എനിക്ക് തയ്പ്പിച്ചു തരൂ, സ്റ്റിച്ച് ചെയ്ത് തരൂ. ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, അപ്പൊ അമ്മയുടെ അടുത്ത് പറയാണ്, എനിക്ക് ഒരു ഊൻക മോട്ട എക് ജിങ്കോല. ജിങ്കോല എന്ന് പറഞ്ഞ സ്വെറ്റർ അല്ലെങ്കിൽ കോട്ട്, അതാണ് ജിങ്കോല. അപ്പൊ എനിക്കൊരു കട്ടിയുള്ള ജിങ്കോല തയ്പ്പിച്ചു തരൂ അമ്മേ. സൻ സൻ ചൽത്തി ഹവാ രാത് ഭർ ജാഡേ സേ മർത്താ ഹോ. എന്തിനാണ് മൂണിനിപ്പോ ഒരു കോട്ട്? മൂണിന് കോട്ടിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ എന്തിനായിരിക്കും? എല്ലാവർക്കും അറിയാം, രാത്രിയാകുമ്പോഴാണ് മൂണ് വരുന്നത്. പിന്നെ മുഴുവൻ രാത്രിയും സഞ്ചരിച്ച് രാവിലെ ആകുമ്പോഴേ മൂണ് പോവുള്ളൂ അല്ലേ? അപ്പൊ രാത്രി മുഴുവൻ സൺ സൺ ചൽത്തി. സൺ സൺ എന്നിവിടെ ഹവ, വിൻഡിന്റെ ശബ്ദത്തിനെയാണ് കാണിക്കുന്നത്. അപ്പൊ സൺ സൺ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റാണ് രാത്രി മുഴുവൻ. ജാഡേസേ മർത്താഹോ, ഇത്രയും കാറ്റടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തണുക്കൂലേ? ജാഡേ എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. തണുപ്പ് കൊണ്ട് മർത്താഹോ, ഞാൻ മരിച്ചു പോവും, അത്രയും തണുപ്പാണ്. ടിറ്റൂർ ടിറ്റൂർക്കർ. ടിറ്റൂർ ടിറ്റൂർ എന്ന് പറഞ്ഞാൽ തണുത്ത് വിറയ്ക്കുക, ഷിവർ ചെയ്യുക. കിസി തര യാത്ര പൂരി കർത്താഹോ, ഇത്രയും തണുത്ത് വരച്ചിട്ട് ഞാൻ ഒരു വിധമാണ് കിസി തര യാത്ര പൂരി കർത്താഹോ, എങ്ങനെയോ രാത്രി മുഴുവൻ എന്റെ യാത്ര ചെയ്ത് തീർക്കാറാണ്. ആസ്മാൻ കാ സഫർ ഓർ യ മോസം ഹേ ജാഡേ കാ. ആസ്മാൻ കാ സഫർ, ആകാശത്തോടുള്ള യാത്രയാണ് ഒന്നാമത്. അതിന്റെ കൂടെ യ മോസം ഹേ ജാഡേക്ക, ഇതാണെങ്കിൽ വിന്റർ സീസണും ആണ്. രാത്രി ആകാശത്തോടുള്ള യാത്രയും അതിന്റെ കൂടെ ഈ ഒരു വിന്റർ സീസണും. ന ഹോ അഗർ തോ ലാദോ കുർത്ത ഹി കോയി ബാഡേക്ക. ഇനി നിങ്ങൾക്ക് എനിക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റിയില്ലെങ്കിൽ, ന ഹോ അഗർ തോ ലാദോ കുർത്ത ഹി, എനിക്ക് എവിടുന്നെങ്കിലും ബാഡേക്ക, റെന്റിനെടുത്തിട്ടെങ്കിലും ഡ്രസ്സ് തരൂന്ന് അമ്മയടുത്ത് പറയാണ്. ബച്ചേക്ക് സുൻ ബാത് കഹാ മാതാനെ. അപ്പൊ കുട്ടി പറയുന്നത് കേട്ടിട്ട്, ആരാണ് ഇവിടുത്തെ കുട്ടി? മൂണാണല്ലേ. അപ്പൊ മൂൺ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ അമ്മ പറയാ, അരേ സലോനെ, ഓ ഡിയർ, ഓ ഹാൻസം, കുശൽ കരേ ഭഗവാൻ ലഗേ മത് തുജ്കോ ജാദു ടോനെ. ജാദു ടോനെ എന്ന് പറഞ്ഞാൽ മാജിക് സ്പെൽസ് അല്ലെങ്കിൽ ഈവിൽ ഐ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ നിനക്ക് ഒന്നും വരാതെ കുശൽ കരേ ഭഗവാൻ, നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്ന് അമ്മ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം മൂണിനോട് അമ്മ വീണ്ടും പറയാണ്. എന്തൊക്കെയാ പറയുന്നത്? जाड़े की तो बात ठीक है, पर मैं तो डरती हूँ, एक नाप में कभी नहीं तुझको देखा करती हूँ, कभी एक अंगुल भर छोटा, कभी 1 फुट मोटा, बड़ा किसी दिन हो जाता है और किसी दिन छोटा, घटता बढ़ता रोज किसी दिन ऐसा भी करता, नहीं किसी की भी आंखों को दिखलाई पड़ता है.
अब तू ही तो बता नाप तेरी किस रोज लिवाए सीधे एक जिंगोला जो हर रोज बदन में आए ഹാ അപ്പൊ അമ്മ എന്താ പറയുന്നതെന്നറിയോ ജാടേക്ക് തോ ബാത് ടീക്ക് ഹേ തണുപ്പിന്റെ കാര്യം നീ പറഞ്ഞതൊക്കെ ഓക്കെയാണ് ടീക്ക് ഹേ पर मैं तो डरती हूँ പക്ഷെ എന്റെ പേടി അതല്ല एक नाप में कभी नहीं तुझको देखा करती हूँ നാപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് നിന്നെ ഒരേ സൈസിൽ കബി നഹി ദേഖാ കർത്തി ഹൂ നിന്നെ ഒരേപോലത്തെ ഒരേ സൈസിൽ പിന്നെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല കബി ഏക് അങ്കുൽ ഭർ ചോട്ട കബി ഏക് ഫൂട്ട് മോട്ട ചില സമയത്ത് ഒരു വിരലിന്റെ അത്രയേ ഉണ്ടാവുള്ളൂ ചില സമയത്ത് ഒരു ഫൂട്ട് തടിയായിരിക്കും ബഡാ കിസി ദിൻ ഹോ ജാത്താ ഹേ ചില ദിവസം വളരെ വലുതായി മാറും ഓർ കിസി ദിൻ ചോട്ട ചില ദിവസം ചെറുതായിട്ട് മാറും ഘടത്ത ബഡ്ത്ത റോജ് എല്ലാ ദിവസവും ചെറുതായി വലുതായി ഒക്കെ മാറിക്കൊണ്ടിരിക്കും ആൻഡ് കിസി ദിൻ ऐसा भी करता है ചില ദിവസങ്ങളിൽ ഇങ്ങനെയുണ്ടാകും नहीं किसी की भी आंखों को दिखाई पड़ता है ആരുടെ കണ്ണിലും കാണാതെയും ചില ദിവസങ്ങളിൽ ഉണ്ടാകും അല്ലേ വലുതായി 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 വന്ന് ഫുൾ സർക്കിൾ ആയിട്ട് നമുക്ക് ഒരു ദിവസം കാണാൻ പറ്റും അതിനുശേഷം അത് ചെറുതായി 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 വന്ന് ഒരു ദിവസം നമുക്ക് ചന്ദ്രനെ കാണാനേ പറ്റില്ല അതാണ് പറയുന്നത് കിസി കി ബി ആങ്കോങ്കോ ദിക്ലായി പടുത്താ ഹേ ആരുടെ കണ്ണിലും കാണാത്ത പോലെയും ചില ദിവസം ഇൻവിസിബിൾ ആയി പോകും അപ്പൊ തൂഹി തോ ബത്താ അമ്മ മൂണിനോട് പറയാണ് ഇപ്പൊ നീ തന്നെ പറ നാപ്പ് തേരി കിസ് റോസ് ലിവായേ ഡ്രസ് തയ്ക്കണമെങ്കിൽ അളവെടുക്കണ്ടേ അപ്പൊ നിന്റെ ഡ്രസ് തയ്ക്കാൻ ഞാൻ എന്നാണ് അളവെടുക്കേണ്ടത് നിന്നെ മെഷർമെന്റ് എന്നാണ് എടുക്കേണ്ടത് കിസ് റോസ് സീദേ ഏക് ജിങ്കോല ജോ ഹർ റോസ് ബദൻ മേ ആയേ ബദൻ എന്ന് പറഞ്ഞ ബോഡി അപ്പൊ മൂണിന്റെ ബോഡിയിൽ എല്ലാ ദിവസവും ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ എന്ന് അളവെടുക്കണം എന്നാണ് അമ്മ മൂണിനോട് ചോദിക്കുന്നത് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു കവിതയാണല്ലേ നമുക്കിതിന്റെ വേർഡ് മീനിങ്സ് ഒക്കെ ഒന്നുകൂടി നോക്കാം ഹട്ട്കർ ബേട്ട ഹട്ട്കർ ബേട്ട എന്ന് പറഞ്ഞാൽ സ്റ്റബോൺ ആയിട്ട് അമ്മയോട് വാശി പിടിച്ച് ഇരിക്കുകയാണ് ജിങ്കോല ജിങ്കോല എന്ന് പറഞ്ഞ സ്വെറ്റർ അല്ലെങ്കിൽ ഒരു കോട്ട് അതാണ് ജിങ്കോല സൻ സൻ ചൽത്തി ഹവ ഹവ എന്ന് പറഞ്ഞ വിൻഡ് അല്ലെങ്കിൽ കാറ്റാണ് സൻ സൻ എന്ന ശബ്ദത്തോടെ വീശുന്ന തണുത്ത കാറ്റിനെയാണ് ഇവിടെ സൻ സൻ ചൽത്തി ഹവ എന്ന് പറയുന്നത് ടിറ്റൂർ ടിറ്റൂർക്കർ ഷിവറിങ് അല്ലെങ്കിൽ തണുത്ത് വിറയ്ക്ക സഫർ യാത്ര ജാഡേക്ക ജാഡേക്ക എന്ന് പറഞ്ഞാൽ തണുപ്പാണ് അല്ലെങ്കിൽ വിന്റർ സീസൺ അതാണ് ജാഡേക്ക മോസം ബാഡേക്ക ബാഡേക്ക എന്ന് പറഞ്ഞാൽ റെന്റിന് എടുക്കുക വാടകയ്ക്ക് എടുക്കാം സലോനെ അമ്മ സ്നേഹത്തോടെ കുട്ടിയെ വിളിക്കുകയാണ് ഓ ഹാൻസം അല്ലെങ്കിൽ ഓ മൈ ഡിയർ അതാണ് സലോനെ കുശൽ സേഫ്റ്റി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നിന്നെ സേഫ് ആക്കിയിട്ട് വെക്കണേന്ന് അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ജാദു ടോനെ എന്തിൽ നിന്നൊക്കെയാണ് മാജിക് സ്പെൽസ് ഈവിൽ ജാം അല്ലെങ്കിൽ ഈവിൽ ഐ അങ്ങനെ ദുഷ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നിന്നെ രക്ഷിക്കണേ എന്ന് അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഡർത്തി അഫ്രൈഡ് അപ്പൊ ഇവിടെ അമ്മ പറയാ എന്റെ പേടി വേറെ ഒന്നാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ മേത്തോ ഡർത്തി ഹോം എന്ന് പറയുന്നത് നാപ്പ് സൈസ് മെഷർമെന്റ് സൈസ് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിന് അതിനാണ് നാപ്പ് എന്ന് പറയുന്നത് അങ്കുൽബർ ഫിംഗേഴ്സ് ബ്രെഡ്ത്ത് വിരലിന്റെ അത്രയും മോട്ട തിക്ക് തടിച്ചിട്ടുള്ള അതാണ് മോട്ട ഘടത്ത ബടുത്ത ചെറുതാവുകയും വലുതാവുകയും ഒക്കെ ചെയ്യുന്നതിനാണ് ഘടത്ത ബടുത്ത എന്ന് പറയാം ദിക്ലായി പടുത്താ ഹേ കാണാൻ പറ്റുന്നതിനാണ് ദിക്ലായി പടുത്താ ഹേ അപ്പൊ നഹി കിസി കി ബി ആങ്കോങ്കോ ദിക്ലായി പടുത്താ ഹേ അപ്പൊ ആരുടെ കണ്ണിലും കാണാൻ പറ്റാതെയും ചില ദിവസങ്ങളിൽ നീ ഉണ്ടാവാറുണ്ട് ലിവായേ അപ്പൊ മെഷർമെന്റ് എടുക്കുന്നതിന് ഡ്രസ് തയ്ക്കാൻ വേണ്ടി മെഷർമെന്റ് എടുക്കുന്നതിനാണ് ലിവായേ ബദൻ ബദൻ എന്ന് പറഞ്ഞാൽ ബോഡി നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മള് ഫുൾ കവിത ഒരു പ്രാവശ്യം വായിച്ചു അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ന്യൂ വേർഡ്സിന്റെ അർത്ഥവും മനസ്സിലാക്കി അപ്പൊ നിങ്ങൾ വേഗം തന്നെ പുസ്തകം എടുക്കുക ലൈൻ ബൈ ലൈൻ വായിച്ച് നിങ്ങളുടെ കൂടെ ആരാണോ ഉള്ളത് അവർക്ക് ആ മീനിങ് പറഞ്ഞു കൊടുക്കാൻ സ്വന്തമായിട്ട് ശ്രമിക്കുക
ഇനി ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയില്ലെങ്കിൽ അത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യില്ലേ? തൊട്ടടുത്ത് ആരാണോ ഇരിക്കുന്നത് അവർക്ക് ലൈൻ ബൈ ലൈൻ വായിച്ച് മീനിങ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ? ഇനി ഈ ചാപ്റ്ററിന്റെ എൻഡിൽ ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് വേഗം ഒന്ന് വായിച്ചിട്ട് പോകാം. ജാഗോ പ്യാരേ. ജാഗോ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എണീക്കൂ. പ്യാരേ സ്നേഹത്തോടെ പറയാ. അപ്പൊ ആരോടാണ് സ്നേഹത്തോടെ എണീക്കാൻ പറയുന്നത്? ഒരു അമ്മ കുട്ടിയുടെ അടുത്താണ് പറയുന്നത്. രാവിലെ എണീക്കാറായി, എണീക്കൂ എന്ന് പറയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എണീപ്പിക്കാൻ വേണ്ടി കുട്ടിയോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഉഡോ ലാൽ അബ് ആംഖേം കോലോ പാനി ലായി ഹൂ മുഹ് ധോലോ. ലാൽ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പേരായിരിക്കും. അപ്പൊ എഴുന്നേൽക്കൂ. ഉഡോ ലാൽ അബ് ആംഖേം ഖോലോ, കണ്ണു തുറക്കൂ. പാനി ലായി ഹൂ മുഖ് ധോലോ, മുഖമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകൂ. അതിനു വേണ്ടി ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബീതി രാത് കമൽ ദൽ ഫൂലെ ഉൻകെ ഓപ്പർ ഭൈരോൻ ഝൂലേ. ദൂരെ വെള്ളത്തിലേക്ക് കാണിച്ചു കൊടുക്കുക. കമൽ ദൽ എന്ന് പറഞ്ഞാൽ ലോട്ടസ് ഫ്ലവേഴ്സ്. അപ്പൊ ഇന്നലെ രാത്രി ബീതി രാത്, ഇന്നലെ രാത്രി ലോട്ടസ് ഫ്ലവർ ഒക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിൽ നിറയെ ബീ ഒക്കെ പറന്ന് നടക്കുന്നുണ്ട്. ചിടിയാൻ ചഹക് ഉടി പേടോം പർ ബഹനെ ലഗി ഹവ അതിസുന്ദർ. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മരത്തിലൊക്കെ പക്ഷികളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഹവ. നവമേ ന്യാരി ലാലി ചായി ധർത്തിനെ പ്യാരി ചവി പായി. ആകാശത്ത് റെഡ് കളറിലുള്ള റേസ് ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിഫ്ലക്ഷനും ഭൂമിയിലേക്കൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കാണാൻ. ബോർ ഹുവാ സൂരജ് ഉഗ് ആയ ജൽമേ പടി സുനഹരി ചായ. ബോർ ഹുവ എന്ന് പറഞ്ഞാൽ രസം പുലർന്നു വരുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പുലർന്നു വരുന്നുണ്ട്. സൂരജ് ഉഗായ, ആകാശത്തേക്ക് സൂര്യൻ ഉദിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ജൽമേ പടി സുനഹരി ചായ, അതിന്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. ഏസാ സുന്ദർ സമയ ന ഖോ മേരെ പ്യാരെ അബ് മത് സോ. അപ്പൊ അമ്മ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? പുറത്തേക്ക് നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ കാണൂ. ഇത്ര നല്ല സുന്ദരമായ പ്രഭാതം, രാവിലെ നല്ല ഭംഗിയുള്ള മോർണിംഗ് മിസ്സാക്കാതെ, നഖോ മിസ്സാക്കാതെ, മേരെ പ്യാരെ എന്റെ മൈ ഡിയർ സൺ അബ് മത് സോ, ഇനിയും കിടന്നുറങ്ങാതെ എണീച്ചു വരൂ. അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണിത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എക്സസൈസിലേക്ക് തൽക്കാലം പോകുന്നില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്ന പോലെ വ്യാകരണവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നന്നായിട്ട് പഠിക്കുക. എക്സാമിനൊക്കെ നന്നായിട്ട് എഴുതുക. ഈ കവിതകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പോയിംസ് വരുന്ന സമയത്ത് ചിലപ്പോ ചില ലൈൻസ് മിസ്സിംഗ് ആയിട്ട് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോ ലൈൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോഴേ ഏത് ലൈനാണ് മിസ്സിംഗ് ആയി പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ.